ജനം വോട്ടിടുകയാണ്. 2:30 മണി പിന്നിടുന്നു. ഇനി 3.5 മണിക്കൂർ തികച്ചില്ല. ഇപ്പോൾ ഒരല്പം മന്ദഗതിയിലേക്ക് എല്ലാ ബൂത്തുകളും പോയിട്ടുണ്ട്. പക്ഷേ ഉച്ചവരെ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഒരു പക്ഷേ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും പോളിംഗ് പെർസെൻറ്റേജ്, ഉയർന്ന പോളിംഗ് പെർസെൻറ്റേജുള്ള ഒരു ചരിത്ര വോട്ടെടുപ്പായി ഇത് മാറുമോ എന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുന്ന സമയം കൂടിയാണ്. ഏറെക്കുറെ 60% എത്തുന്നു. ഉച്ച പിന്നിടുമ്പോൾ തന്നെ 60% പോളിംഗ് പെർസെൻറ്റേജ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 3 മണിക്കൂറിലധികം ബാക്കിയുണ്ട്. 80% പോകും എന്ന പ്രൊജക്ഷൻ ഈ സമയം പുറത്തു വരുന്നുണ്ട്. 90% പിന്നിട്ടാലും അത്ഭുതപ്പെടാനില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ നേരത്തെ പറയുന്നത് കേട്ടു. കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂരിൽ അതിശക്തമായ മത്സരം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. പേരാവൂരടക്കം, കണ്ണൂരടക്കം, അഴീക്കോട് അടക്കം നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്ന് വെച്ചാൽ ഹോട്ട് സീറ്റുകളുള്ള ഒരു ജില്ല കൂടിയാണ്. കണ്ണൂരിൽ അല്പസമയം മുമ്പാണ് കെ സുധാകരൻ വോട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധേയമായ പ്രതികരണമൊക്കെ വന്ന് പോയതിന് ശേഷം നമ്മൾ സലാമിലേക്ക് പോകുന്നു. സലാം മുഹമ്മദ് വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന്, പേരാവൂരിൽ നിന്ന്. സലാം, എന്താണ് കണ്ണൂരിലെ ഈ സമയം സ്ഥിതി? പേരാവൂരിൽ വലിയ ഫൈറ്റ് നടക്കുന്നൊരു പക്ഷേ കേരളത്തിലാകെ ശ്രദ്ധേയ മണ്ഡലമായി പേരാവൂർ മാറുകയാണ്. ശൈലജ ടീച്ചർ വേഴ്സസ് സണ്ണി ജോസഫ്. അപ്പോൾ പേരാവൂരിലടക്കം കണ്ണൂർ ജില്ലയിലാകെ ഈ സമയം പോളിംഗ് പെർസെൻറ്റേജ് അടക്കമുള്ള വോട്ടെടുപ്പിന്റെ സമഗ്ര വിവരങ്ങൾ പറയൂ. സൈഫുദ്ദീൻ, സംസ്ഥാനത്തൊട്ടാകെ കാണുന്ന രീതിയിൽ തന്നെ കനത്ത പോളിംഗ് തന്നെയാണ് കണ്ണൂർ ജില്ലയിലുമുള്ളത്. കണ്ണൂർ ജില്ലയിൽ ശക്തമായ മത്സരം നടക്കുന്ന തളിപ്പറമ്പ്, അതുപോലെ പയ്യന്നൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കനത്ത പോളിംഗ് തന്നെയാണ് ഉണ്ടായത്. സമീപ കാലത്തൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഈ സമയമാകുമ്പോഴേക്കും കനത്ത പോളിംഗ് ഇവിടെയൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടുത്ത മത്സരം നടക്കുന്ന പേരാവൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കനത്ത പോളിംഗ് തന്നെയാണുള്ളത്. ഏതാണ്ട് ഉച്ചവരെ നിരവധി ആളുകളാണ്, അതായത് നീണ്ട ക്യൂ തന്നെയാണ് പോളിംഗ് ബൂത്തുകളിലൊക്കെ തന്നെ ഉണ്ടായത്. ഇപ്പോൾ കനത്ത ചൂടുണ്ട്. അതോടൊപ്പം തന്നെ ഉച്ച സമയമാണ്. നമുക്കറിയാം ഈ സമയത്ത് സാധാരണഗതിയിൽ ഈ പോളിംഗ് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കനത്ത ക്യൂ അല്ലെങ്കിൽ നീണ്ട ക്യൂ ഒന്നും തന്നെ ബൂത്തുകളിൽ കാണാനില്ല. അതോടൊപ്പം തന്നെ വോട്ടർമാർ അതായത് തിരക്കില്ലാത്ത സമയം നോക്കി വോട്ട് ചെയ്യാനെത്തുന്ന ആളുകളാണ് ഇപ്പോൾ കൂടുതലായി ഈ ബൂത്തുകളിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളുള്ളത് കിഴുന്ന UP സ്കൂൾ എന്ന് പറയുന്ന അവിടെ പോളിംഗ് ബൂത്തിലാണ്. അവിടെ കെ സുധാകരൻ, മുൻ KPC പ്രസിഡന്റ് കെ സുധാകരൻ MP വന്ന് വോട്ട് ചെയ്ത് മടങ്ങി. അതിനുശേഷം വലിയ തിരക്ക് അതിന് മുമ്പൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് കുറച്ച് അല്പം തിരക്കിന് ശമനം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മളൊപ്പം വോട്ട് ചെയ്ത് ഇവിടെ കാത്തിരിക്കുന്നത്, അതായത് ഓട്ടോ അടക്കമുള്ള വാഹനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അമ്മമാരാണ് നമ്മളൊപ്പം ഉള്ളത്. വോട്ട് ചെയ്തോ? പിന്നെ രാവിലെ ഒരു 11 മണിക്ക് ശേഷം, രാവിലെ ഒരു 11 മണിക്ക് ശേഷം എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാരെയും കാണേണ്ടതുകൊണ്ട് ഒരേ ഇരുത്തായിരിക്കും. ഇവിടെ ആടൂരാ താമസം. പിന്നെ വേറെ വിശേഷിച്ചൊന്നുമില്ലപ്പം. അങ്ങനെ നമ്മൾ ചെയ്തു. കാണാൻ വേണ്ടി പഴയ ആൾക്കാരെയൊക്കെ കാണാൻ ഈ സമയത്തല്ലേ കാണുള്ളൂ. അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോണോ അല്ലേ, ഇല്ലെങ്കിൽ ഒരു മരിച്ച വീട്ടിലെല്ലാം പോയാലേ ആളെ കാണുന്നുള്ളൂ. ഇപ്പം എല്ലാം സെൽഫല്ലേ, അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. പഞ്ചായത്ത് രാജ് നടപ്പിലായപ്പോഴേ അത് പഞ്ചായത്ത് മെമ്പറായ ആളാണ് ഫസ്റ്റില്. അന്ന് ഞാൻ മെമ്പർ, പിന്നെ നമ്മളെ കിണ്ണയിലുള്ള ആള് തന്നെ പ്രസിഡന്റും. അങ്ങനെ നമ്മള് 4 ആള്, പിന്നെ ബാക്കി മറ്റേ കൂട്ടരയില്ലേ. അങ്ങനെ എന്നിട്ട് 5 കൊല്ലം ഞങ്ങൾ അവിടെ പഞ്ചായത്ത് മെമ്പറായിട്ട് ഞാൻ ഇരുന്നു. ഞാനും മെമ്പറായിരുന്നു. ഞാൻ എടക്കാട് പഞ്ചായത്ത്. ഇപ്പൊ എടക്കാട് സോണലല്ലേ, കോർപ്പറേഷൻ ആയതുകൊണ്ട് വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മള് ഇവിടെ തന്നെയല്ലേ നമ്മള് മെമ്പറായി. ഇപ്പോഴും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടക്കാട് പഞ്ചായത്ത് വനിതാ സഹകരണ സംഘം ഇവിടെ കുറ്റിക്കകം, അത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയതാ. എന്നിട്ട് അതിന്റെ എല്ലാ റിപ്പോർട്ടും എഴുതി ഇതാക്കിയിട്ട് AR ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാൻ പോയ AR ഓഫീസർക്ക് തന്നെ ഭയങ്കര എന്നിട്ട് പിന്നെ ഇതെല്ലാം മാറി പുതിയ സെക്രട്ടറി എല്ലാം വന്ന് അങ്ങനെ. എന്നിട്ട് പിന്നെ ആടുന്ന് ചില ഇതില് അങ്ങനെ അവര്. സലാം മുഹമ്മദാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളും ഒപ്പം വോട്ടർമാരുടെ പ്രതികരണങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കണ്ണൂരിലും കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നു. 2:45 കടക്കുന്നു.
ഇനി അധികം സമയമില്ല, ചെറിയൊരു മന്ദഗതി ഈ സമയം എല്ലാ പോളിംഗ് ബൂത്തുകളിലും ദൃശ്യമാണ്. നമ്മൾ പ്രതീക്ഷിതമാണ്. ഇനിയിപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വെയിലൊന്ന് അടങ്ങിയതിന് ശേഷം കൂടുതൽ ആളുകൾ സ്വാഭാവികമായും ബൂത്തിന് മുന്നിൽ രാവിലെ കണ്ട അതേ ക്യൂ, ഒരു പക്ഷേ ഒരു വലിയ ക്യൂ ഏറെക്കുറെ എല്ലാ ബൂത്തുകൾക്ക് മുന്നിലും ഒരു 4 മണിക്ക് ശേഷം കാണാൻ കഴിഞ്ഞേക്കും എന്ന സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിലുള്ളത്.